അഭി രാവിലെ വർക്കൗട്ട് ചെയ്ത് വന്നപ്പോഴും ആദി ഉറക്കത്തിൽ തന്നെയായിരുന്നു. നേവി ബ്ലൂ കംഫർട്ടിനുള്ളിൽ കമിഴ്ന്നു കിടക്കുന്ന അവളെ അവൻ നോക്കി നിന്നു. നഗ്നമായ ചുമലും കാൽമുട്ടിന് താഴ്ഭാഗവും പുതപ്പിന് പുറത്തായിരുന്നു. മുടി മുഴുവൻ ഒരു സൈഡിലൂടെ കട്ടിലിൽ നിന്ന് വീണ് കിടക്കുന്നുണ്ട്. മഹറായി താൻ അണിയിച്ച പാദസരം അവളുടെ മൈലാഞ്ചി അണിഞ്ഞ കാലിൽ ചുറ്റിപ്പിണഞ്ഞ് കിടക്കുന്നുണ്ട്. ചെറുപ്പത്തിൽ പാദസരം അണിഞ്ഞ അവളുടെ കാലുകളോട് വല്ലാത്തൊരിഷ്ടമായിരുന്നു. അതുകൊണ്ടാണ് മഹറായി അത് തന്നെ എടുത്തത്. അഭി അവളുടെ അടുത്തേക്ക് ചെന്ന് അവളുടെ കാൽപാദം കയ്യിലെടുത്ത് അവിടെ അമർത്തി ചുംബിച്ചു. അവൻ്റെ മുഖത്തെ കുറ്റിരോമങ്ങൾ അവളുടെ കാലിൽ ഇക്കിളിയാക്കി. ആദി ഒന്ന് ചിണുങ്ങിക്കൊണ്ട് തിരിഞ്ഞു കിടന്നതും പുതപ്പ് അവളുടെ മാറിൽ നിന്നും ഉതരാറായി നിന്നു. ഉഫ്, എൻ്റെ റബ്ബേ, ഈ പെണ്ണ് രാവിലെ തന്നെ എൻ്റെ കൺട്രോൾ കളയും. അഭി പോകാനായി അവിടെ നിന്നും എഴുന്നേറ്റെങ്കിലും മനസ്സ് അവളിലേക്ക് പിടിച്ചു വലിച്ചുകൊണ്ട് അവൻ അവളുടെ അടുത്തേക്ക് തന്നെ ഇരുന്നു. അവൻ മുട്ടിലിഴഞ്ഞ് അവളുടെ അടുത്തേക്ക് പോയി. അവളുടെ തോളിലും കഴുത്തിലുമുള്ള തൻ്റെ പ്രണയശേഷിപ്പുകളിലൂടെ അവൻ വിരലോടിച്ചു. അവൻ്റെ മനസ്സിലൂടെ തലേ ദിവസത്തെ രാത്രി കടന്നുപോയി. ആദി പൂർണ്ണമായും അവളെ തനിക്ക് സമർപ്പിച്ചിരിക്കുന്നു. ഓർക്കും തോറും അവളോടുള്ള പ്രണയം അതിര് കവിഞ്ഞ് പുറത്തേക്ക് ഒഴുകാൻ തുടങ്ങി. അവൻ്റെ ചുണ്ടുകൾ അവളിൽ കാണുന്ന ചുവന്ന പാടുകളിൽ പതിഞ്ഞു. ഇടതടവില്ലാതെ അവളുടെ മേനിയിൽ പതിയുന്ന ചുംബനങ്ങളാൽ അവൻ അവളെ ഉണർത്തി. അവൻ്റെ കണ്ണുകളിൽ നിറഞ്ഞു നിൽക്കുന്ന പ്രണയം അവളെ വിവശയാക്കി. വീണ്ടും ഒരു പ്രണയ സംഗമത്തിന് ആ പുലർക്കാലം സാക്ഷിയായി. അന്നത്തെ റിസപ്ഷൻ കഴിഞ്ഞതും അഭി വീട്ടിൽ നിൽക്കാതെ ആദിയുമായി ഫിർദൗസിലേക്ക് തന്നെ തിരിച്ചു പോന്നു. അവന് എത്രയും വേഗം അവർ തമ്മിലുള്ള ലോകത്തിലേക്ക് എത്തിയാൽ മതിയായിരുന്നു. ഒരാഴ്ചയിൽ തന്നെ അവർ അവരുടെ വിരുന്നുകളെല്ലാം തീർത്തു. എവിടെ പോയാലും രാത്രി തിരിച്ചു വരണമെന്ന് അഭിക്ക് നിർബന്ധമായിരുന്നു. ആ വീട്ടിൽ പരസ്പരം സ്നേഹിച്ചും കൊഞ്ചിച്ചും കളിപ്പിച്ചും പ്രണയിച്ചും കുസൃതി കാട്ടിയും അവിടെ അവർക്ക് സ്വർഗമായി. അഭിയുടെ ലോകം ആദിയിലേക്ക് മാത്രമായി ചുരുങ്ങാൻ തുടങ്ങി. ആദി റൂമിലേക്ക് ചെന്നതും കട്ടിലിൽ മുഖം വീർപ്പിച്ചിരിക്കുന്നുണ്ട് അഭി. അഭി, നീ ഇതുവരെ പാക്ക് ചെയ്തില്ലേ? വൈകിട്ട് ഇവിടെ നിന്ന് ഇറങ്ങാനുള്ളതല്ലേ? അഭി അവളെ ഒന്ന് നോക്കി തിരിഞ്ഞിരുന്നു. അവൻ്റെ കുറുമ്പ് കണ്ട് അവൾക്ക് ചിരി വരുന്നുണ്ടായിരുന്നു. കാര്യം എന്താണെന്ന് വെച്ചാൽ അഭി തിരിച്ച് ഹോസ്റ്റലിലേക്ക് പോവാണ്. ഒരാഴ്ച കൂടി ലീവ് എടുക്കാമെന്ന് പറഞ്ഞിട്ട് ആദ്യം സമ്മതിച്ചില്ല. അതിൽ പിണങ്ങി ഇരിക്കുവാണ് അഭി. അവൾ അവൻ്റെ സാധനങ്ങൾ ഓരോന്നായി കൊണ്ടുപോകാനുള്ള ബാഗിൽ അടുക്കി വെച്ചു. ഡാ അഭി. കുട്ടി മിണ്ടുന്നില്ല. അഭി ഇപ്പോഴും മിണ്ടുന്നില്ല. മുഖം കയറ്റിപ്പിടിച്ചിരിക്കുക. ഡാ, കൊഞ്ചൽ നിർത്തിക്കേ. ഇനി എന്തെങ്കിലും വെക്കാനുണ്ടോ എന്ന് നോക്ക്. ഞാൻ പോണില്ല ആദി, എനിക്ക് പോകണ്ട. അഭി തിരിഞ്ഞിരുന്ന് ദയനീയമായി അവളോട് പറഞ്ഞു. അവൻ്റെ മുഖം ആദ്യമായി സ്കൂളിൽ പോകുന്ന കുട്ടിയെപ്പോലെ തോന്നിച്ചു ആദിക്ക്. പോവാതെ പിന്നെ? ഒരാഴ്ച കൂടി കഴിഞ്ഞിട്ട് പോവാടാ, പ്ലീസ്. ഒരാഴ്ച കഴിഞ്ഞാലും പോവേണ്ട അഭി. വെറുതെ എന്തിനാ ക്ലാസ് മിസ്സാക്കുന്നേ? ആദ്യം അവൻ്റെ അടുത്തേക്ക് ചെന്ന് മുഖം കയ്യിലെടുത്തുകൊണ്ട് പറഞ്ഞു. അഭി അവളെ ചുറ്റിപ്പിടിച്ച് വയറിൽ മുഖം പൂഴ്ത്തി. എന്നാ നീയും വാ ആദി, നമുക്ക് അവിടെ ഫ്ലാറ്റ് എടുത്ത് നിൽക്കാം. നീയില്ലാതെ എനിക്ക് പറ്റില്ല. ഓഫീസ് കാര്യങ്ങളൊക്കെ നിനക്ക് ലാപ്പ് വഴി ചെയ്യാലോ. പ്ലീസ് ഡാ. അതൊന്നും പ്രാക്ടിക്കൽ അല്ല അഭി. വീക്കെൻഡ്സിന് വരാമല്ലോ നിനക്ക്. അതുവരെ ഞാൻ എന്താ ചെയ്യുക? ഇതുവരെ ഇല്ലാത്ത പുതിയോരോ ശീലങ്ങളും എന്നെ പഠിപ്പിച്ചിട്ട് നീയില്ലാതെ എനിക്കൊന്ന് ഉറങ്ങാൻ കൂടി കഴിയില്ല ആദി. അവൻ്റെ കണ്ണ് നിറഞ്ഞതും ആദിക്ക് വല്ലാതെയായി. ആദി ബെഡിലിരിക്കുന്ന അവന് അഭിമുഖമായി അവൻ്റെ മടിയിലേക്ക് കയറിയിരുന്നു. കൈകൾ കൊണ്ട് അവൻ്റെ കഴുത്തിലൂടെ ചുറ്റിപ്പിടിച്ചു. നോക്ക്, 5 ദിവസം എന്ന് പറയുമ്പോൾ വേഗം തീരും. പിന്നെ ഫ്രീ ആകുമ്പോഴെല്ലാം നിന്നെ വിളിച്ചോളാം. നല്ല കുട്ടിയല്ലേ, പറയുന്നത് കേൾക്ക്. ഞാൻ പോകുന്നത് നിനക്കൊരു സങ്കടവുമില്ലേ ആദി? അഭി, അവൾ ശാസനയോടെ അവനെ വിളിച്ചു. ശരി, ഞാൻ പൊക്കോളാം. പരിഭവത്തോടെ അവനത് പറയുമ്പോൾ ആദി പുഞ്ചിരിയോടെ അവനെ നോക്കിയിരുന്നു. അവനോട്, അവൻ്റെ ആ ഭാവത്തോട് അവൾക്ക് വല്ലാത്ത പ്രണയം തോന്നി. എന്തായാലും പോകുമല്ലേ, അതുകൊണ്ട് എനിക്ക് കോമ്പൻസേഷൻ വേണം. എന്ത്? അതിനുത്തരം പറയാതെ അവൻ അവളുമായി ബെഡിലേക്ക് മറിഞ്ഞു. അഭി ഇറങ്ങുന്നതിനോടൊപ്പം തന്നെ ആദിയും അവളുടെ വീട്ടിലേക്ക് ഇറങ്ങി. അഭി തിരിച്ചു വരുന്നത് വരെ അവിടെ തനിയെ നിൽക്കണ്ടല്ലോ. ആ 5 ദിവസം പോയി കിട്ടാൻ രണ്ടുപേരും വളരെ ബുദ്ധിമുട്ടി. വലിയ കാര്യത്തിൽ അവനെ നിർബന്ധിച്ച് പറഞ്ഞു വിട്ടെങ്കിലും അവനെ കാണാതിരിക്കും തോറും ആദിക്ക് ഭ്രാന്ത് പിടിക്കുന്നത് പോലെ തോന്നി. എല്ലാം ഇട്ടെറിഞ്ഞ് അവൻ്റെ അടുത്തേക്ക് പോയാലോ എന്ന് വരെ അവൾ ചിന്തിച്ചു. പക്ഷേ ഉത്തരവാദിത്തങ്ങൾ അവളെ പിറകോട്ട് വലിച്ചു. ഫോണിലൂടെ അഭിയുടെ പരാതികൾക്കും പരിഭവങ്ങൾക്കും അവൾ അത്രയേറെ ഇഷ്ടത്തോടെ കാതോർത്തു. 5 ദിവസത്തെ വിരഹത്തിന് ശേഷം വീണ്ടും കിട്ടുന്ന 2 ദിവസം അവർ അവരുടെ ലോകത്തിലേക്ക് മാത്രമായി ചുരുങ്ങി. ആ ദിവസങ്ങളിൽ ഓഫീസ് കാര്യങ്ങൾ ആദ്യം മാറ്റിവെച്ചു. അത്യാവശ്യ കാര്യങ്ങൾക്കല്ലാതെ ഫോൺ പോലും ഉപയോഗിച്ചില്ല. ഓരോ നിമിഷവും അഭിക്ക് വേണ്ടി മാത്രമുള്ളതായിരുന്നു. കുറച്ചു ദിവസം കാണാതിരുന്നതിൻ്റെ സങ്കടം അവളിൽ മുറുകുന്ന അവൻ്റെ കൈകളിൽ നിന്നും അവൾക്കറിയാൻ കഴിയും.
അവളിൽ ഇടമുറിയാതെ ചുണ്ടുകൾ പതിപ്പിച്ച് അവൻ ആ സങ്കടം തീർക്കും. ഒടുവിൽ അവളിലേക്ക് തന്നെ തളർന്നു വീഴുന്നവനെ അവൾ നിറഞ്ഞ പ്രണയത്തോടെ ചേർത്ത് പിടിക്കും. ആദിയോടുള്ള അഭിയുടെ വികാരങ്ങൾ പലതായിരുന്നു. ചിലപ്പോൾ കാമുകനെപ്പോലെ പ്രണയിച്ചു, ചിലപ്പോൾ കുഞ്ഞിനെപ്പോലെ വാശി കാണിച്ചു പിണങ്ങി, സഹോദരനെപ്പോലെ വഴക്കിട്ട്, സുഹൃത്തിനെപ്പോലെ ചേർത്ത് നിർത്തി, ഭർത്താവിനെപ്പോലെ അവൾക്ക് താങ്ങായി. ഇതുവരെ അറിഞ്ഞിട്ടില്ലാത്ത, അനുഭവിച്ചിട്ടില്ലാത്ത ഉമ്മയുടെ വാത്സല്യവും സ്നേഹവും ശാസനയും അഭി അവളിൽ നിന്നും അറിയാൻ തുടങ്ങി. എല്ലാവർക്കും മുന്നിലും ഗൗരവക്കാരനായ അഭി തനിക്ക് മുന്നിൽ വാശി കാണിച്ചും പിണങ്ങുന്നതും തന്നോട് കൊഞ്ചുന്നതുമെല്ലാം അവളിൽ അവനോടുള്ള വാത്സല്യം നിറച്ചു. പലപ്പോഴും താൻ ആദിയുടെ ഭാര്യ മാത്രമായിരുന്നില്ല, ഉമ്മ കൂടിയാണ് എന്ന് അവൾക്ക് തോന്നി. ഇതിനിടയിൽ നിയാസ് ഡിസ്ചാർജ് ആവുന്ന അന്ന് രണ്ടുപേരും കൂടി അവനെ കാണാൻ പോയിരുന്നു. അവനുണ്ടായ തെറ്റിദ്ധാരണകൾ മാറ്റാനായി ആദി അവനോട് സൗമ്യമായി കാര്യങ്ങൾ പറഞ്ഞെങ്കിൽ അവൾ പുറത്തിറങ്ങിയ ശേഷം അഭി പറഞ്ഞ വാക്കുകളിൽ ഇനി അവൻ്റെ പെണ്ണിന് നേർക്ക് ഒരു നോട്ടം കൂടി പാടില്ലെന്ന ഭീഷണി ഉണ്ടായിരുന്നു. ആ നിമിഷം നിയാസ് തിരിച്ചറിയുകയായിരുന്നു അവനിലെ ആദി എന്ന ഭ്രാന്തിനെ. 5 വർഷങ്ങൾക്ക് ശേഷം വാഷ്റൂമിൽ തൻ്റെ മുഖത്ത് മിനുക്കുപണികൾ ചെയ്യുകയാണ് മാജിദ. എൻ്റെ മാജി സിസ്റ്ററെ, അത്യാവശ്യം ദൈവം സഹായിച്ച് കാണാൻ കൊള്ളാവുന്ന ഒരു മുഖമുണ്ടല്ലോ, പിന്നെയും എന്തിനാ ഈ അലങ്കാരപ്പണികൾ? അതൊന്നും പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവില്ല ശ്രുതി. പുതിയതായി വന്ന ചുള്ളൻ ഡോക്ടറില്ലേ, അയാളെ കാണിക്കാനാണ് ഈ ഒരുക്കം. അകത്തേക്ക് വന്ന സീനിയർ നേഴ്സ് സുമയാണ് അതിന് മറുപടി പറഞ്ഞത്. അയാൾ നമ്മുടെ MD-യുടെ മകനല്ലേ? എല്ലാ പിടക്കോഴികളും അയാളുടെ പിറകെയാണല്ലോ. അല്ല, അയാളുടെ വിവാഹം കഴിഞ്ഞതാണ് എന്നല്ലേ മുൻപ് പ്രപ്പോസലുമായി ചെന്ന ഏഞ്ചൽ ഡോക്ടറോട് പറഞ്ഞത്? അതൊക്കെ അങ്ങോട്ട് അവരെ ഒഴിവാക്കാനായി ചുമ്മാ പറഞ്ഞതാ. മുൻപൊരിക്കൽ ഡോക്ടറുടെ 2 ഫ്രണ്ട്സ് വന്നില്ലേ, അന്ന് അയാളോട് ചോദിച്ചപ്പോൾ കല്യാണമൊന്നും കഴിഞ്ഞിട്ടില്ലെന്നാ പറഞ്ഞത്. മാത്രവുമല്ല, പഠിപ്പൊക്കെ കഴിഞ്ഞ് ആദ്യം ജോയിൻ ചെയ്യുന്നത് ഇവിടെയല്ലേ, അതിനിടയിൽ വിവാഹത്തിനുള്ള സമയവും ആയിട്ടില്ലല്ലോ. മാജിദ പറഞ്ഞു. നിങ്ങളൊക്കെ എന്ത് ചെയ്തിട്ടും ഡോക്ടർ ഒരു നോട്ടം കൊണ്ട് പോലും പരിഗണിക്കുന്നില്ലല്ലോ. മുഴുവൻ സമയവും മുഖത്ത് ഗൗരവം മാത്രമേ ഉള്ളൂ. പേഷ്യൻസിനോടല്ലാതെ ഒന്ന് ചിരിക്കുന്നത് പോലും ഇതുവരെ കണ്ടിട്ടില്ല. അതൊക്കെ ഞാൻ ശരിയാക്കും. സംസാരിച്ച് നിൽക്കാൻ സമയമില്ല. ഇന്നെനിക്ക് ഡോക്ടറുടെ കൂടെയാണ് ഡ്യൂട്ടി. ഞാൻ വേഗം ചെല്ലട്ടെ, മാജിദ പറഞ്ഞു. ആ ചെല്ല് ചെല്ല്. ഇന്ന് നിന്റെ ഡോക്ടർ ആരെ കണ്ടിറങ്ങിയതാണാവോ? ഭയങ്കര ദേഷ്യത്തിലാ. വന്ന ഉടനെ കാഷ്വാലിറ്റിയിലെ നേഴ്സുമാരോട് എല്ലാം ദേഷ്യപ്പെടുന്നുണ്ടായിരുന്നു. അടുത്തോട്ട് ചെല്ലാനേ വയ്യ. അയ്യോ, ഡോക്ടർ വരും മുൻപ് ഞാൻ OPയിലെത്താൻ നോക്കട്ടെ. വാഷ്റൂമിൽ നിന്ന് ഇറങ്ങിയതും മാജിദ കണ്ടത് കാഷ്വാലിറ്റിയിൽ നിന്നും ഇറങ്ങുന്ന ഡോക്ടറെ ആയിരുന്നു. അവൾ അറിയാതെ തന്നെ അവനെ നോക്കി നിന്നുപോയി. ആഷ് കളർ ഫോർമൽ ഷർട്ടും ബ്ലാക്ക് പാൻസുമാണ് വേഷം. ഇൻ ചെയ്ത ഷർട്ടിനുള്ളിൽ അവൻ്റെ വെൽ മെയിൻറ്റൈൻഡ് ബോഡി എടുത്തു കാണിച്ചിരുന്നു. നെറ്റിയിലേക്ക് വീണ് കിടക്കുന്ന മുടിയിഴകൾ അവൻ്റെ ചെമ്പൻ കണ്ണിനെ മറച്ചതും ഇടത്ത് കൈ കൊണ്ട് അവനത് പിറകിലേക്ക് കോതി വെച്ചു. ആ കണ്ണുകളിൽ നിറഞ്ഞു നിൽക്കുന്ന ഗൗരവം അവന് വല്ലാത്തൊരു ആകർഷണമാണെന്ന് തോന്നി അവൾക്ക്. ചുണ്ടിൽ ഒരു ചിരി പോലും ഇല്ലെങ്കിലും ആ മുഖത്ത് നിന്നും കണ്ണെടുക്കാൻ പറ്റിയില്ല. ഏതോ ഒരു നഴ്സിനോട് അവന് ഷൗട്ട് ചെയ്യുന്നത് കേട്ടാണ് അവൾ സ്വബോധത്തിലേക്ക് വന്നത്. അവൾ വേഗം ഫയലും കയ്യിൽ പിടിച്ച് അവൻ്റെ ക്യാബിനിലേക്ക് ഓടി. ഓരോ പേഷ്യൻസിനെയും ചിരിയോടെ പരിശോധിക്കുന്ന അഭിയെ അവൾ പ്രണയത്തോടെയും ആരാധനയോടെയും നോക്കുന്നുണ്ടായിരുന്നു. ജോയിൻ ചെയ്ത് അധികമായില്ലെങ്കിലും ജോലിയിലെ അവൻ്റെ കഴിവാണ് അവൻ ഇത്രയും സ്വീകാര്യത ഉണ്ടാക്കിയത്, അതും 2 മാസത്തിനുള്ളിൽ. പലർക്കും അത് അത്ഭുതമാണ്. അവൻ്റെ ആരാധികമാരുടെ എണ്ണം കൂടാൻ അതും ഒരു കാരണമാണ്. പക്ഷേ ആൾ ആരെയും ശ്രദ്ധിക്കാതെ സ്വന്തം പണിയും ചെയ്തു പോകും. ഇന്നെന്തായാലും ആളോട് എൻ്റെ മനസ്സ് തുറക്കണം. ചിലപ്പോൾ ദേഷ്യപ്പെടുമായിരിക്കും, എന്നാലും പതിയെയെങ്കിലും ആ മനസ്സിൽ ഒരു സ്ഥാനം കിട്ടിയാലോ. ഓരോ രോഗിയും പോയി കഴിഞ്ഞാലും അഭി ഫോണെടുത്ത് നോക്കും, പിന്നെ ദേഷ്യത്തോടെ തിരികെ വയ്ക്കും. പേഷ്യൻസ് എല്ലാം തീർന്നതും മാജിദയെ ഒരു ഫയലെടുക്കാൻ പറഞ്ഞയച്ച് അവൻ ഫോണെടുത്ത് ആദിയെ വിളിച്ചു. ഇപ്പോഴും നോട്ട് റീച്ചബിൾ. അഭിക്ക് ദേഷ്യം വന്നു. ബിസിനസ് മീറ്റെന്നും പറഞ്ഞു പോയിട്ട് 2 ആഴ്ചയായി. ഇന്നലെ വരെ ഫോൺ കോൾ എങ്കിലും ഉണ്ടായിരുന്നു. ഇന്ന് അതുമില്ല. സാധാരണ ഹോസ്പിറ്റലിലേക്ക് ഇറങ്ങും മുൻപ് അവൾ വിളിക്കും. ഇന്നതുണ്ടായില്ല. അപ്പം മുതലേ മനസ്സിന് എന്തോ ഒരു ഭാരം, കാണാൻ വല്ലാത്തൊരു കൊതി. പക്ഷേ നാളെയേ അവൾ നാട്ടിലെത്തൂ. അതിൻ്റെ ഫ്രസ്ട്രേഷനാണ് ദേഷ്യമായി പുറത്തേക്ക് വരുന്നത്. അഭി ഫോണിലെ ആദിയുടെ ഫോട്ടോയിലേക്ക് നോക്കിയിരുന്നു. നീ വാ ഇങ്ങോട്ട്, എന്നെ വിട്ട് ഇങ്ങനെ കളിപ്പിക്കാതെ, നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. ആഹാ, അതെന്താണാവോ? എന്തായാലും വേഗം തന്നേക്ക്. ശബ്ദം കേട്ട് അഭി തല ഉയർത്തി. ഡോറിൽ ചാരി കൈകൾ പിണിച്ച് കെട്ടി നിൽക്കുന്നുണ്ട് ആദി. അവനെ നോക്കി അവൾ ഒറ്റക്കണ്ണ് ഇറുക്കി കാണിച്ചു. അഭി കാറ്റുപോലെ അവളെ വന്ന് പുണർന്നു. അവളുമായി തിരിഞ്ഞ് കാലുകൊണ്ട് ഡോർ ചവിട്ടി അടച്ചു. അവനത് അവളെ വരിഞ്ഞു മുറുക്കി. നീ നാളെ എത്തൂ എന്ന് പറഞ്ഞിട്ട് മീറ്റിംഗ് നേരത്തെ കഴിഞ്ഞു. പിന്നെ പറയാതെ വന്നാൽ എൻ്റെ ചെക്കനെ ഒരു സർപ്രൈസ് ആകുമല്ലോ എന്ന് കരുതി. അഭി ഒന്നും മിണ്ടാതെ അവളെ പൊക്കിയെടുത്ത് അവൻ്റെ ടേബിളിൽ ഇരുത്തി. അവളുടെ അധരങ്ങളിലേക്ക് ആഴ്ന്നു. അവളുടെ ദളങ്ങളെ അവൻ മാറി മാറി നുണഞ്ഞെടുത്തു. അവളുടെ ചുണ്ടുകളെ കടിച്ചും വലിച്ചും നാവിനെ നാവുകൊണ്ട് ചുറ്റി വരിഞ്ഞും 2 ആഴ്ചത്തെ വിരഹദുഃഖം അവൻ അലിയിച്ച് കളഞ്ഞു.
അവൾക്ക് ശ്വാസം മുട്ടിയിട്ടും അവൻ അവളെ വിടാതെ ചുംബിച്ചുകൊണ്ടിരുന്നു. പെട്ടെന്ന് ഡോർ തുറന്ന് അകത്തേക്ക് വന്ന മാജിദയും ഏഞ്ചലും ആ കാഴ്ച കണ്ട് ഞെട്ടി നിന്നു. അവർ വന്നതുപോലും അറിയാതെ പരസ്പരം ചുണ്ടുകളുടെ മാധുര്യത്തിൽ മുഴുകിയിരിക്കുകയായിരുന്നു അവർ. ഡോക്ടർ! ഏഞ്ചൽ അബിയെ ഉറക്കെ വിളിച്ചതും ആദി അബിയെ തള്ളി മാറ്റി ടേബിളിൽ നിന്നും ഇറങ്ങി. അവർ വന്നത് ഇഷ്ടപ്പെടാതെ അവൻ ദേഷ്യത്തോടെ അവിടെ നോക്കി. എന്താ ഡോക്ടർക്ക് വേണ്ടത്? അവൻ്റെ യാതൊരു മയവുമില്ലാത്ത ചോദ്യത്തിൽ അവളൊന്ന് പതറി. അവനോട് സംസാരിക്കാൻ ഒരു സന്ദർഭം നോക്കി വന്നതാണെന്ന് പറയാൻ അവൾക്ക് കഴിഞ്ഞില്ല. അവളുടെ കണ്ണുകൾ അവൻ വിടാതെ നെഞ്ചോട് ചേർത്ത് പിടിച്ചിരിക്കുന്ന പെണ്ണിലേക്ക് പോയി. അവൻ എൻ്റേതാണെന്ന അധികാരഭാവം അവളിൽ നിറഞ്ഞു നിന്നിരുന്നു. എന്താ ഇത് ഡോക്ടർ ചെയ്യുന്നത്? ആരാ ഇത്? അവളുടെ ചോദ്യം ഇഷ്ടപ്പെടാതെ അവൻ എന്തോ പറയാൻ ഒരുങ്ങിയതും ഞാൻ അബിയുടെ വൈഫാണ്, ആദിഷ അബയാൻ ഹംദ് എന്ന് പറഞ്ഞുകൊണ്ട് ആദി അവർക്ക് നേരെ കൈനീട്ടി. മാജിദയും ഏഞ്ചലും ആ യാഥാർത്ഥ്യത്തെ വിശ്വസിക്കാൻ കഴിയാതെ നിന്നു. ആദിയും അബിയും ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങുമ്പോൾ അവിടെയുള്ളവരെല്ലാം അവരുടെ ബന്ധം അറിഞ്ഞു കഴിഞ്ഞിരുന്നു. അബിയുടെ ആരാധികമാരുടെ തകർന്ന ഹൃദയത്തിൽ ചവിട്ടി മെതിച്ചുകൊണ്ട് ആദി അവൻ്റെ കയ്യിൽ പിടിച്ച് പുറത്തേക്ക് നടന്നു. ആദിയോട് ചിരിച്ച് കളിച്ച് സംസാരിച്ചു കൊണ്ട് പോകുന്നവനെ അവരെല്ലാവരും അത്ഭുതത്തോടെ നോക്കി. അതെ, നിന്റെ വിവാഹം കഴിഞ്ഞത് ഇവിടെ ആർക്കും അറിയില്ല അല്ലേ? കാറിൽ പോകുന്ന വഴി ആദി അബിയോട് ചോദിച്ചു. ഞാൻ പറഞ്ഞതാണ്, പക്ഷേ ആ ഹാഷി തെണ്ടി അവൻ പാര വെച്ചതാ. ഞാൻ വെറുതെ പറഞ്ഞതാണെന്ന് പറഞ്ഞിരിക്കുക എല്ലാവരോടും. പിന്നെ ഞാൻ എന്ത് പറഞ്ഞിട്ടും അവർ വിശ്വസിക്കുന്നില്ല. അവർ നേരെ പോയത് ചിറക്കിലേക്കാണ്. കാരണം നാളെ ഹാഷിയുടെ വിവാഹമാണ്. പെണ്ണ് നമ്മുടെ ഫിറുവിൻ്റെ പെങ്ങൾ സീന. ആങ്ങളയുടെ ലവ് സെറ്റാക്കാൻ സഹായം ചോദിച്ച് വന്നവളെ തന്നെ അവൻ വളച്ചു മടക്കി കുപ്പിയിലാക്കി. ഈ 5 വർഷങ്ങൾ കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ നടന്നു. പ്രണയം കൊണ്ട് മുറിവേറ്റവർ പരസ്പരം മരുന്നാകാൻ തീരുമാനിച്ചു. ഹനയും ഫിറുവും. വിവാഹം കഴിഞ്ഞ് ഒരു കുഞ്ഞുണ്ട്. അസ്ലം. ഹയാനും സിയാനും അവരെ പോലെ തന്നെ ഇരട്ടകളെ കെട്ടി. അതിൽ സിയാന് ഒരു മോളുണ്ട്, റിഫ, ഹയാൻ്റെ വൈഫ്. ഇപ്പോൾ ഗർഭിണിയാണ്. ഒമർ പിന്നെ ഇപ്പോഴും കറക്കം തന്നെ. പക്ഷേ കൂട്ടിന് ഒരാളുണ്ട്, മിയ. ആൾക്കും ഏകദേശം അവൻ്റെ ഇഷ്ടങ്ങൾ തന്നെ. ഊരുതണ്ടൽ. പിന്നെ നമ്മുടെ സൂസനും വിനുവും. സൂസൻ പ്രഗ്നൻ്റ് ആയപ്പോൾ തന്നെ അപ്പച്ചൻ പറഞ്ഞതുപോലെ ആ പേരും പറഞ്ഞ് അവരെ വീട്ടിലേക്ക് കൊണ്ടുപോയി. അവർക്കൊരു മാലാഖ കൊച്ചുണ്ട്, ഡെയ്സി. ഇപ്പോൾ സൂസൻ വീണ്ടും ഗർഭിണിയാണ്. ഇനി നമ്മുടെ എറിക്ക് സിംഗിളായി മരിക്കോ എന്ന് പേടിച്ച് അവനെ അങ്ങോട്ട് വന്ന് പ്രേമിച്ച് കെട്ടിയത് ഓഫീസിലെ പുതിയ സ്റ്റാഫായി വന്ന മോളിയാണ്. അങ്ങനെ അവൻ്റെ കാര്യവും സെറ്റായി എന്ന് പറയാം. അമ്മനു വേണ്ടി ഷബാനയ്ക്കൊരു സാവകാശം കൂടി നൽകാൻ ഹംദ് തയ്യാറായി. അതോടെ ഷബാനയും നന്നായി. അതിലേറ്റവും സന്തോഷം അമ്മന് തന്നെയായിരുന്നു. അബി അവൻ്റെ പേരിലുള്ള സ്വത്ത് അമ്മൻ്റെ പേരിലേക്ക് മാറ്റി. അബിയുമായി കൂട്ടുകൂടാൻ വേണ്ടി മാത്രം അവൻ പലപ്പോഴും ഫിർദൗസിൽ അതിഥിയായി വന്നു. ഹാഷിയും കൂടെ കൂടുമ്പോൾ പിന്നെ അവർ തമ്മിൽ ഒരു മേളമായിരിക്കും അവിടെ. പതിയെ അബിയും അമ്മനോട് അടുക്കാൻ തുടങ്ങി. കല്യാണ ദിവസം ഓരോ തിരക്കുകളിലായി ഓടി നടക്കുകയാണ് എല്ലാവരും. കാരണവന്മാരുടെ കൂട്ടത്തിൽ പ്രൗഢിയോടെ ഇരുന്ന് നാട്ടുവർത്താനം പറയുന്നുണ്ട് കാസിം കോയ. ഷായും ഹക്കീമും തങ്ങളുടെ മക്കൾക്ക് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കുന്നുണ്ട്. വീട്ടിലെ മരുമകനായും ഹാഷിയുടെ അളിയനായും ഫ്രണ്ടായും നിറഞ്ഞു നിൽക്കുകയാണ് അബി. രാവിലെ മുതൽ തന്നെ ആദിക്ക് ഒരു ക്ഷീണം തോന്നിയിരുന്നു. അത് മനസ്സിലാക്കി മെഡിസിനൊക്കെ കൊടുത്ത് അവളെ അനങ്ങാൻ സമ്മതിക്കാതെ ഒരിടത്ത് ഇരുത്തിയിരിക്കുകയാണ് അബി. കല്യാണ ചടങ്ങ് കഴിഞ്ഞാൽ ഹോസ്പിറ്റലിൽ പോകണമെന്നും പറഞ്ഞു. ചടങ്ങുകളെല്ലാം കഴിഞ്ഞതും ആദിയുടെ മെഡിക്കൽ ഫയൽ എടുക്കാനായി അബി ഫിർദൗസിലേക്ക് പോയി. അവിടെ നിന്നും ഇറങ്ങിയതും അവൻ്റെ ഫോണിലേക്ക് ഹാഷിയുടെ കോൾ വന്നു. ഹോസ്പിറ്റലിലെത്തിയതും അബി കാറിൽ നിന്നും ചാടിയിറങ്ങി. കാഷ്വാലിറ്റിയെ മുന്നിൽ ചിറക്കൽ വീട്ടിലെ എല്ലാവരുമുണ്ട്. അവൻ വേഗം ഹാഷിയുടെ അടുത്തേക്ക് ചെന്നു. എന്താടാ, എന്താ ഉണ്ടായേ? എൻ്റെ ആദി എവിടെ? ഏയ്, നീ പാനിക് ആവാതെ. ഷുഗർ ലോ ആയത് കൊണ്ടാണെന്ന് തോന്നുന്നു. തല കറങ്ങി വീണു. പക്ഷേ വീഴുമ്പോൾ തല ടേബിളിൽ തട്ടി ചെറുതായി ഒന്ന് മുറിഞ്ഞു. വിളിച്ചിട്ട് എഴുന്നേറ്റില്ല. അതാ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. ആദി, എനിക്കെൻ്റെ ആദിയെ കാണണം. അവൻ അകത്തേക്ക് പോകാൻ ഒരുങ്ങിയതും ഹാഷി അവനെ പിടിച്ചു വെച്ചു. എന്താ അബി ഇത്? നീ ഒരു ഡോക്ടറല്ലേ? നീ തന്നെ ഇങ്ങനെ പെരുമാറിയാൽ എങ്ങനെയാ? അപ്പോഴേക്കും ഡോക്ടർ പുറത്തേക്ക് വന്നു. അബി, താൻ എന്താ ഇവിടെ? അത് ആദി എൻ്റെ വൈഫാണ് ഡോക്ടർ. അവൾ ഓക്കെ അല്ലേ? അല്ല, ആൾ ഓക്കെ അല്ല. ഇനി അങ്ങോട്ട് ഒരു 10 മാസം നല്ലോണം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. വെപ്രാളം കൊണ്ട് അബിക്ക് ഡോക്ടർ പറഞ്ഞത് മനസ്സിലാവാതെ നിന്നു. ഓ കമോൺ മാൻ, കൺഗ്രാജുലേഷൻസ്, യുവർ വൈഫ് ഈസ് പ്രഗ്നൻറ്റ്. എന്താണ് കേട്ടതെന്ന് തിരിച്ചറിയാൻ അവൻ കുറച്ച് നിമിഷങ്ങൾ എടുത്തു. കാര്യം മനസ്സിലായതും അവൻ്റെ ഹൃദയം മിടിക്കാൻ മറന്നു നിന്നു. കേട്ട വാർത്ത അവിടെയുള്ള എല്ലാവരുടെയും ഉള്ളു നിറച്ചു. സന്തോഷം കൊണ്ട് എന്താ ചെയ്യേണ്ടത് എന്നറിയാതെ അവർ നിന്നു. ആദിയെ പുറത്തേക്ക് കൊണ്ടുവന്നതും എല്ലാവരും കൂടി അവളെ പൊതിഞ്ഞു. ചുംബനങ്ങളും തലോടലുകളും ഉപദേശങ്ങളും കൊണ്ട് അവർ അവരുടെ സന്തോഷം പ്രകടിപ്പിച്ചു. ആ സമയത്തെല്ലാം ആദിയുടെ കണ്ണുകൾ അബിയെ തേടുന്നുണ്ടായിരുന്നു. എല്ലാവർക്കും പിറകിലായി നിൽക്കുന്നവൻ്റെ മുഖത്തെ ഭാവം എന്താണെന്ന് അവൾക്ക് മനസ്സിലായില്ല. സ്നേഹപ്രകടനങ്ങൾക്ക് ശേഷം അവരെല്ലാവരും കുറച്ചു സമയം ആദിക്കും അബിക്കുമായി വിട്ടുകൊടുത്തുകൊണ്ട് മാറി നിന്നു. അബി ഒന്നും മിണ്ടാതെ ആരോടും ഒന്നും
ഒന്നും പറയാതെ അവളെ കൈകളിലെടുത്ത് പുറത്തേക്ക് നടന്നു. പുഞ്ചിരിയോടെ ആ കുടുംബം മുഴുവൻ അത് നോക്കി നിന്നു. അബി ആദിയുമായി പോയത് ഫിർദൗസിലേക്കാണ്. അവളെ റൂമിൽ കട്ടിലിൽ ഇരുത്തി അവൻ എഴുന്നേറ്റതും അവൾ അവൻ്റെ കയ്യിൽ പിടിച്ചു നിർത്തി. എന്താ ഈ മിണ്ടാതിരിക്കുന്നതിൻ്റെ അർത്ഥം? ഇഷ്ടമല്ലേ നിനക്ക് കുഞ്ഞിനെ? അവളത് പറഞ്ഞതും അവൻ ഒരു ഞെട്ടലോടെ അവളെ നോക്കി. അവളുടെ വയറിൽ കൈവച്ച് അവൻ അവൾക്കടുത്തായി ഇരുന്നു. അത്രയേറെ ഇഷ്ടത്തോടെ അവളുടെ വയറിൽ തഴുകുന്നുണ്ടെങ്കിലും അവൻ്റെ ശിരസ് കുനിഞ്ഞു തന്നെ ഇരുന്നു. അവൾ അവൻ്റെ താടിയിൽ പിടിച്ച് മുഖം ഉയർത്തി. എന്താ എൻ്റെ ചെക്കൻ്റെ മനസ്സിൽ എന്നോട് പറ. അത് കേട്ടതും അവൻ അവളെ കെട്ടിപ്പിടിച്ചു. എനിക്കിഷ്ടമാണ്, ഒരുപാട് ഇഷ്ടമാണ്. നമ്മുടെ പ്രണയത്തിൻ്റെ അടയാളം, എൻ്റെ ചോര. എനിക്കെങ്ങനെയാണ് ഇഷ്ടമാവാതെ ഇരിക്കുന്നത്? പക്ഷേ എന്ത് പക്ഷേ? കുഞ്ഞു വന്നാൽ നീ എന്നേക്കാൾ കൂടുതൽ കുഞ്ഞിനെ സ്നേഹിക്കുമോ? എന്നോടുള്ള നിന്റെ സ്നേഹം കുറയുമോ ആദി? അത് കേട്ടതും ആദി പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി. നീ എന്നെ പേടിപ്പിച്ച് കളഞ്ഞല്ലോ അബി. അവൾ ചിരി അടക്കി പിടിച്ച് പറയുന്നത് കേട്ട് അവൻ അവളെ കൂർപ്പിച്ചു നോക്കി. എൻ്റെ കുട്ടി പേടിക്കണ്ട കേട്ടോ. എൻ്റെ ആദ്യത്തെ കുഞ്ഞ് എന്നും നീ ആയിരിക്കും. നിന്നേക്കാൾ വലുതല്ല എനിക്കാരും. ഇപ്പോൾ സമാധാനമായോ? അവളത് പറഞ്ഞതും അബി സന്തോഷത്തോടെ അവളെ എടുത്ത് കറങ്ങി. ആ വീട് മുഴുവൻ അവളുടെ ചിരിയലകൾ ഉയർന്നു കേട്ടുകൊണ്ടേയിരുന്നു. അവർ സ്നേഹിക്കട്ടെ, പരസ്പരം ഭ്രാന്തമായി പ്രണയിക്കട്ടെ, കാത്തിരിക്കട്ടെ അവരുടെ പ്രണയ സാഫല്യത്തിൻ്റെ ജനനത്തിനായി. ജീവിക്കട്ടെ അവർ പരസ്പരം താങ്ങായി തണലായി മരണം വരെ.